പി ആർ സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ഇന്ന് സുപ്രീം കോടതിയിൽ വളരെ ചൂടേറിയ വാഗ്വാദങ്ങളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നാളെയും വാദങ്ങൾ തുടരും. ഒരുപക്ഷെ ഇടക്കാല ഉത്തരവിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിലവിൽ നിയമ ഭേദഗതിയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് ഒരു ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ പി ആർ സുനിൽ? അരുൺ, വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികളിൽ ഇന്ന് ഏറെ നിർണായകമായ നടപടികളായിരുന്നു സുപ്രീം കോടതിയിൽ. ഇന്ന് കേസിന്റെ നടപടികൾ പൂർത്തിയായിട്ടില്ല. കേസ് വീണ്ടും നാളെ പരിഗണിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ കേസിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ തീർച്ചയായും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധമുയർത്തുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് വഖഫായി തീരുമാനിച്ചിട്ടുള്ള സ്വത്തുക്കൾ നോട്ടിഫൈ ചെയ്യാൻ പാടില്ല എന്ന പരാമർശം. രണ്ടാമത്തേത്, വഖഫിന്റെ എല്ലാ സമിതികളിലും മുസ്ലിം ഇതര അംഗങ്ങൾ പാടില്ല എന്ന പരാമർശം. മൂന്നാമത്തേത്, വഖഫ് സ്വത്തുക്കളെ കുറിച്ച് ജില്ലാ കളക്ടർമാർക്ക് അന്വേഷണം നടത്താം, പക്ഷേ അന്തിമ തീരുമാനത്തിന് സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരെ കാത്തിരിക്കണം എന്ന പരാമർശവും. ഏതായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി പോകാനിരുന്നതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ആ തീരുമാനം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും നാളെ ഈ കേസിൽ കേന്ദ്ര സർക്കാരിന് കുറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത്. നാളെ തുഷാർ മേത്തയുടെ ഈ വിഷയത്തിലെ വാദങ്ങൾ കേട്ട ശേഷമായിരിക്കും ഒരു ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി പോവുക. അപ്പോഴും ഇന്ന് കോടതി നടത്തിയ പരാമർശങ്ങൾ ആ ഇടക്കാല ഉത്തരവിൽ ഉണ്ടാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വഖഫുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ, ആശങ്കകൾ, ഇതിലൊക്കെ തന്നെ ഒരു ഇടക്കാല ആശ്വാസം കൂടിയാകും ആ ഉത്തരവ്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഇപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത്. അടുത്ത മാസം ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ബെഞ്ച് ഇനി വഖഫ് കേസുകൾ പരിഗണിക്കാനായി തീരുമാനിക്കുകയും വേണം. ഏതായാലും ഒരു വിശാലമായി പരിഗണിക്കേണ്ട കേസാണിത്. ഒരുപാട് ഭരണഘടനാ വിഷയങ്ങൾ ഉയരുന്ന കേസ് കൂടിയാണ്, മൌലികാവകാശങ്ങൾ ഉയരുന്ന കേസ് കൂടിയാണ്. നേരത്തെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ച പോലെ, മുത്തലാഖുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ചതുപോലെ, 370 അനുച്ഛേദം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ചതുപോലെ ഒരു ഭരണഘടനാ ബെഞ്ച് ഒരുപക്ഷെ ഈ കേസ് പരിഗണിക്കാനും രൂപീകരിക്കാൻ ഉള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഏതായാലും ആ വിഷയത്തിൽ കൂടി സുപ്രീം കോടതിക്ക് തീരുമാനം എടുക്കേണ്ടി വരും. ഏതായാലും നാളത്തെ കോടതി നടപടികൾ തീർച്ചയായും നിർണായകമായിരിക്കും. താങ്ക് യു. പി ആർ സുനിലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.